തുമ്മലകറ്റാം. ഹായ്, ഹെൽത്തി കേരളയിലേക്ക് സ്വാഗതം. പൊടിയുള്ള സ്ഥലത്തു പോകുമ്പോഴോ ഒരു പെർഫ്യൂം അടിക്കുമ്പോഴോ തുമ്മുന്ന സ്വഭാവമുണ്ടോ? എന്നാൽ അത് അലർജിയാണ്. അലർജി പല കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകാം. ചിലപ്പോൾ ചില ഭക്ഷണത്തിന്റെ ആകാം, മരുന്നുകളുടെ ആകാം, ചിലപ്പോൾ പൊടിയുടെയും ആകാം. പാരമ്പര്യമായി ഉണ്ടാകുന്ന ഒന്നാണ് ഇതെന്നും പറയുന്നു. എന്നാൽ അന്തരീക്ഷ മലിനീകരണമാണ് അലർജിക്കുള്ള പ്രധാന കാരണമായി പഠനങ്ങൾ പറയുന്നത്. ചില ആളുകളിൽ രാവിലെ എഴുന്നേറ്റ ഉടൻ നിർത്താതെയുള്ള തുമ്മലുണ്ടാകാറുണ്ട്. രാവിലെയുള്ള തുമ്മലിനെ ഇന്ന് പലരും നിസ്സാരമായാണ് കാണാറുള്ളത്. ഈ തുമ്മൽ ചിലപ്പോൾ 15 മിനിറ്റ് വരെ നീണ്ടുനിൽക്കും. മറ്റ് സമയങ്ങളിലൊന്നും ഈ കുഴപ്പം ഉണ്ടാകുകയുമില്ല. ലക്ഷണങ്ങൾ അനുസരിച്ചാണ് അലർജിയുടെ ചികിത്സയും. അതേസമയം നമ്മുടെ അടുക്കളയിലുമുണ്ട് ഇതിന് ചില പ്രതിവിധികൾ. അതിൽ ചിലത് നോക്കാം. ഏലം അല്ലെങ്കിൽ ഏലക്ക തുമ്മലകറ്റാൻ സഹായിക്കുന്ന ഒന്നാണ്. ഏലം വെറുതെ വായിലിട്ട് ചവച്ചാൽ മതി, തുമ്മൽ ഒഴിവാക്കാം എന്നാണ് വിദഗ്ധർ പറയുന്നത്. അതുപോലെ തന്നെ ഏലക്കാപ്പൊടി തേനിൽ ചാലിച്ചു കഴിക്കുന്നത് ചുമ, ജലദോഷം എന്നിവ അകറ്റാൻ സഹായിക്കും. ഏലക്ക ചായയിൽ ചേർത്ത് കഴിക്കുന്നതും തുമ്മലകറ്റാൻ നല്ലതാണ്. തുമ്മലകറ്റാൻ ഏറ്റവും നല്ലതാണ് തേൻ. തേനിൽ ഡെക്സ്ട്രോമിത്തോഫൻ ധാരാളം അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ചുമ, തുമ്മൽ, ജലദോഷം എന്നിവ അകറ്റാൻ സഹായിക്കും. 2 ടീസ്പൂൺ തേനിൽ അല്പം നാരങ്ങ നീര് ചേർത്ത് കഴിക്കുന്നത് തുമ്മൽ ശമിക്കാൻ സഹായിക്കും. നെല്ലിക്ക ധാരാളം ആരോഗ്യ ഗുണങ്ങൾ ഉള്ളതാണ് നെല്ലിക്ക. പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, ആന്റി ഓക്സിഡന്റ്സ് ധാരാളം അടങ്ങിയ നെല്ലിക്ക തുമ്മലകറ്റാൻ നല്ലതാണ്. തുമ്മൽ സ്ഥിരമായുള്ളവർ ദിവസവും 3 തവണ നെല്ലിക്ക ജ്യൂസ് കുടിക്കുന്നത് നല്ലതാണ്. ഇഞ്ചി ജലദോഷം, ചുമ എന്നിവ അകറ്റാൻ ഏറ്റവും നല്ലതാണ് ഇഞ്ചി. ആദ്യം ഇഞ്ചി നന്നായി കഴുകിയ ശേഷം ചെറു ചൂടുവെള്ളത്തിലിട്ട് വയ്ക്കുക. വെള്ളത്തിലിട്ട് അരമണിക്കൂർ കഴിഞ്ഞ് കുടിക്കുക. ഇഞ്ചിയിൽ അല്പം തേൻ ചേർത്ത് കഴിക്കുന്നതും തുമ്മലകറ്റാൻ വളരെ നല്ലതാണ്. തുളസിയില ചതച്ച തുളസിയിലയും കുരുമുളക് പൊടിയും 1 ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് തിളപ്പിച്ച് നേർപകുതിയാക്കി കഴിച്ചാൽ ജലദോഷം, ചുമ എന്നിവ ശമിക്കും.